ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സർവം മായ. ഭയങ്കര സന്തോഷമായി, സീരിയസ്ലി മാൻ. ഭയങ്കര സന്തോഷം, വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ടിക്കറ്റ് എടുക്ക്, അത്രേ പറയാനുള്ളൂ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്ക്. നിങ്ങളുടെ അടുത്ത് ടിക്കറ്റ് എടുത്തോളാൻ പറയാൻ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. വെറും ഒരു പ്രേക്ഷകനാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ടിക്കറ്റ് ഒന്ന് എടുത്തു നോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര പടം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ. ഭയങ്കര സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം പറയാം. തിയേറ്റർ ഫുള്ളായിരുന്നു. വയസ്സായ ആളുകളും ഫാമിലിയായിട്ട് വന്നവരും ഫാമിലി അല്ലാതെ വന്ന ആളുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആസ് എ പ്രേക്ഷകൻ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് അടിച്ചു, വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് ആക്ച്വലി കിട്ടിയത്. പിന്നെ പടം തുടങ്ങി, പടം ഇഷ്ടായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ അകത്ത് ഡീപ്പായിട്ട് കുത്തിയിരുന്ന് സംസാരിക്കാനൊന്നും അറിയില്ല. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. പടം കലക്കി, കല്ലക്കം പടം, കല്ലക്കം പടം, ഫീൽ ഗുഡ്. പിന്നെ നിവിൻ പോളി മുത്ത്. പ്രിയപ്പെട്ടവൻ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവനാണ്. എവിടെയായിരുന്നു പ്രിയപ്പെട്ടവനെ എന്ന് ചോദിച്ചു പോവുകയാണ്. കുറച്ചു നാളായിട്ട് നമ്മുടെ ചെക്കൻ എന്നുള്ളൊരു സംഗതി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നിവിനെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു, മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ നിവിനെ ആക്ച്വലി തിരിച്ചു കിട്ടി. കംബാക്ക് തന്നെയാണ്. ഹീസ് ബാക്ക്. നിവിൻ പോളി ഈസ് ബാക്ക്. അതായത് നിവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില സംഗതികൾ, അല്ലെങ്കിൽ പുള്ളിയുടെ ചില മാനറിസംസ്, അല്ലെങ്കിൽ പുള്ളി ചെയ്യുമ്പോഴുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ, അത് ചിലതൊക്കെ അങ്ങനെയാണ്. അത് പുള്ളി ചെയ്യുമ്പോഴാണ് ഒരു രസം. അത് അത് മൊത്തത്തില് എന്താ പറയാ, ഇതൊരു മുഴുനീള തമാശ പടം അങ്ങനെയൊന്നും അല്ല കേട്ടോ. തമാശ ആക്ച്വലി ഉണ്ട്, ബട്ട് കുറച്ചുകൂടി നമുക്ക് ഇമോഷണലി ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ രീതിയിലും യുനോ ഒരു പടമാണത്. നിങ്ങൾ കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞാൽ എന്റെ ഈ ഒരു വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓഫ് കോഴ്സ് നിവിൻ തിങ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. നിവിൻ നന്നായി ചെയ്തിട്ടുണ്ട്, രസമാണ്, തമാശകളും പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് തമാശ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി കുറച്ചും കൂടി നൈസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ആക്ച്വലി ഉണ്ട്. ഇതിൽ റിയ ഷിബു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി, അതായത് അവരുടെ പേര് റിയ എന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രേതമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പ്രേതം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് ഭയങ്കര നല്ലൊരു ക്യാരക്ടർ. നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ടൊരു ഇഷ്ടവും അല്ലെങ്കിൽ വല്ലാത്തൊരു കണക്ഷനും ഒക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നും. ആ ക്യാരക്ടർ അവർ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷീസ് എ സ്മാർട്ട് ഗേൾ. ഷീസ് സോ സ്വീറ്റ് മാൻ. ഒരു ക്രഷ് ഒക്കെ തോന്നുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടർ. അവസാനമൊക്കെ ആയപ്പോഴേ ഇവരുടെ ഒരു വിഷമവും പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണ് നിവിന്റെ അടുത്തുനിന്ന് വിട്ടു പോരുതേ എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നുക എന്നൊക്കെ പറയില്ല. അതാ ഞാൻ പറഞ്ഞ, ആ ക്യാരക്ടറിനോട് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആക്ച്വലി തോന്നുന്ന പരുവത്തിലൊക്കെ ആസ് എ പ്രേക്ഷകൻ എനിക്ക് അവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്യാരക്ടറായിരുന്നു. റിയ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് എന്താ പറയാ, അജു വർഗീസ് ഉണ്ട്. യോസ് നൈസ്. ഓഫ് കോഴ്സ് ഇവർ തമ്മിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ ഒരു രസമാണ്, ഒരു മാജിക് ആണെന്നൊക്കെ നമ്മൾ പറയുന്നില്ല. ഇവര് ജനാർദ്ദനൻ ചേട്ടനുണ്ട്, പുള്ളി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രസമായിരുന്നു യുനോ. ഓവറോൾ ഇറ്റ്സ് എ ഫൺ വാച്ച്. രസമുള്ള ഒരു സിനിമയാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഓവറോൾ ഭയങ്കര തമാശ. തുടക്കം തൊട്ട് അവസാനം വരെ നിവിൻ പോളി, അജു വർഗീസ്, ഇവരുടെ കോമ്പിനേഷൻ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നു, അല്ലെങ്കിൽ ഫുൾ അങ്ങനെ തമാശ, അങ്ങനെയല്ല. ഐ റിപ്പീറ്റ്, അങ്ങനെയല്ല. ഇത് രസമുള്ള വേറൊരു പരിപാടിയാണ്, മനസ്സിലായ? തമാശ ഈസ് ദർ, ബട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇമോഷണലി
നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളിലൂടെയും കൂടിയും ആക്ച്വലി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്ക് പടം. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ബാക്കിയൊക്കെ വികാരങ്ങൾ മാത്രമാണ് ആയിട്ടാണ് മനസ്സിന്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ ഇതിന്റെ അകത്ത് പറയുന്നില്ല ഞാൻ. പിന്നെ ഇതിന്റെ അകത്തുള്ള പാട്ടുകളാണെങ്കിൽ ഇറ്റ് വാസ് നൈസ്. ആൻഡ് സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ, യു മാൻ, അച്ഛന്റെ മകൻ തന്നെയാണ്. ആഹ് തുടർന്ന് ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റഫ്സും സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. കിടിലൻ. ഐ തിങ്ക് പുള്ളി തന്നെയാണ് എഴുതിയതെന്ന് തോന്നണല്ലേ. റൈറ്റർ ഡയറക്ടർ പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു എഴുത്ത്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ, എന്താ പറയാ, നിവിൻ പോളിനെ തിരിച്ച് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വിട്ടു തന്നതിന്, പഴയൊരു നിവിനെ തന്നതിൽ വളരെ നന്ദി പറയുകയാണ്. എനിക്ക് ആക്ച്വലി ഇതിന്റെ അകത്ത് നിവിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നിവിന്റെ ക്യാരക്ടറും പിന്നെ റിയ, ഷിബു എന്ന് പറയുന്നവരുടെ ക്യാരക്ടറും എനിക്ക് ഒരുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒരുപാട് മറ്റേ സെന്റിമെന്റൽ ഏരിയാസ് ഒക്കെ ആക്ച്വലി ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. യുനോ, ആ പ്രേതം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് റിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമാശ സാധനങ്ങളും ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ കുറച്ച് ഇമോഷണലി നമുക്ക് വിഷമം തോന്നുന്ന സംഗതികളും, അല്ലെങ്കിൽ യുനോ ഒരു 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 സാധനം, അതെനിക്ക് അറിയില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ആൻഡ് വൺ മോർ തിങ്, ദേവിക, മേതിൽ ദേവിക, അവര് ഞാൻ പോയ തിയേറ്ററിൽ ആക്ച്വലി എന്റെ തൊട്ടിപ്പുറത്ത് ആക്ച്വലി ഉണ്ടായിരുന്നു. ആൻഡ് അതും കൂടി ഞാനിവിടെ എടുത്തു പറയുകയാണ്. അവരിതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതായത് റിയയുടെ മമ്മി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിനീത് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവരൊക്കെ ചെറിയൊരു ഭാഗമായിട്ട് വരുന്നതാണ്, ബട്ട് അവരുടെ പാർട്ട് അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. അഗെയിൻ, നിവിൻ പോളി. അപ്പുറത്ത് ലാലേട്ടന്റെ പാടുണ്ട് വൃഷഭ, ഞാൻ കണ്ടിട്ടില്ല, പോയി കാണണം. എന്തായാലും ഇവിടെ അണ്ണൻ ഹെവി കോമ്പറ്റീഷനാണ് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിവിൻ പോളി ഹെവി കോമ്പറ്റീഷനാണ് വെച്ചിരിക്കുന്നത്. പാടാന്ന് പറഞ്ഞ ടിക്കറ്റ്സ് പോവും, യാതൊരു സംശയമില്ലാത്ത കാര്യം. ഞാനിപ്പോ കുറച്ചു നേരം മുമ്പ് നോക്കിയപ്പോൾ മണിക്കൂറിൽ 10,000 ടിക്കറ്റ്സ് ഒക്കെയാണ് പോകുന്നത്. ഇനി അതിന്റെ മുകളിലേക്ക് പോകും. റിവ്യൂവേഴ്സ് ഒക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാവരും റിവ്യൂസ് ഇല്ലെങ്കിലും ആൾക്കാർ പോയി കാണും. കാരണം നിവിനോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം ആക്ച്വലി ഉണ്ട് എന്നുള്ളത് ഇന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. സോ റിവ്യൂസ് ഇല്ലെങ്കിലും ആളുകൾ പോയി കാണും. ബട്ട് റിവ്യൂസും കൂടി വരുമ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നൊരു അഭിപ്രായങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേരെക്കാട്ടിലും ടിക്കറ്റ്സ് സെല്ലായി പോവും. ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിവിൻ പോസിറ്റീവ് അടിച്ച ലാലേട്ടനായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല. ബട്ട് നിവിൻ്റെതായ ചില സാധനങ്ങൾ ആക്ച്വലി ഉണ്ട്. നിവിന്റെ പടം പോസിറ്റീവ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ അത് വേറെ ലെവലാണ്, പഠിച്ചാൽ കിട്ടൂല. ബിക്കോസ് ജനമനസ്സുകളുടെ ഇടയിൽ, കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഒക്കെ പുള്ളിക്കൊരു സ്ഥാനമുണ്ട്. പുള്ളിയോട് ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ആക്ച്വലി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചെക്കൻ എന്നുള്ളൊരു സാധനമുണ്ട്. കുറച്ച് നാളായിട്ടത് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പടത്തിലൂടെ പുള്ളിയുടെ ഒരു കംബാക്കാണ്, ഹെവി കംബാക്കാണ്. ആക്ച്വലി നിവിന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് പുള്ളി തന്നെ പറഞ്ഞത് ഒരു കൺഫ്യൂഷൻ ഇടയിൽ വന്നിരുന്നു എന്നുള്ളൊരു സാധനം. ആ ഒരു കൺഫ്യൂഷൻ നിവിന് വേണ്ട. ബിക്കോസ് നിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ട് ആളുകൾക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അതൊരു കംഫർട്ട് സോൺ എന്നല്ല ഞാൻ പറയുന്നത്. കംഫർട്ട് സോണിൽ തന്നെ നിൽക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ഈ സോൺ കംപ്ലീറ്റ്ലി വിട്ടുകളയരുത് എന്നാ പറയുന്നത്. ഇത് വേണം, ഇങ്ങനെയുള്ള സിനിമകൾ ആക്ച്വലി വേണം. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതായത് നിവിന്റെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് കഥാപാത്രങ്ങളും സിനിമകളും ആക്ച്വലി ചെയ്യണം. അത് ഇടയ്ക്ക് വേണം. അത് കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞുകൊണ്ട് മറ്റൊന്നിന്റെ പുറകിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ആസ് ആൻ ആക്ടർ ചെയ്യണം, ഓഫ് കോഴ്സ് ചെയ്യണം. പക്ഷെ അത് സ്ക്രിപ്റ്റും കഥാപാത്രങ്ങളും കൃത്യമായി നോക്കി ഉറപ്പുവരുത്തി വർക്ക് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ആക്ച്വലി നല്ലത്. കാരണം കൂറ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല സ്ക്രിപ്റ്റിന്റെ അകത്ത് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് സക്സസ് ഉണ്ടാവുക.
അപ്പോ ഞാൻ പറയണത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ചെയ്യണം, പക്ഷെ ഈ ഒരു സോൺ വിടരുത്. ഈ സോൺ എന്ന് പറയുന്നത് പൊന്നുംകട്ടയാണ്. നിവിന്റെ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു പൊന്നുംകട്ടയാണ്. കംഫർട്ട് സോൺ എന്നല്ല അതിനെ പറയണ്ടേ, അത് നിവിന്റെ നിവിന്റെ മെയിൻ ഏരിയയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ. നിവിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുണ്ട്. അത് വിട്ട് കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. That's it. Bye.